പിന്നില്ലേ ഗൈസ്, നമുക്കിന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ഫ്രൈഡ് റൈസ് ചെയ്യാം കേട്ടോ. ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ചിക്കൻ ആണെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ക്യാപ്സിക്കവും ക്യാരറ്റും തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെള്ളം വാലാൻ വേണ്ടി വയ്ക്കുക. ദെൻ നമ്മുടെ ബസ്മതി റൈസ് ഒരു 1/4 വേവാക്കി അതും വെള്ളം വാലാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ദെൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച ആ ക്യാപ്സിക്കവും ക്യാരറ്റും ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ഇട്ടതിന് ശേഷം ഞാനിട്ടത് ഫ്രൈഡ് റൈസ് മസാലയാണ്. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഫ്രൈഡ് റൈസ് മസാല വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതാകുമ്പോൾ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട. ഫ്രൈഡ് റൈസ് മസാല ഇട്ടതിന് ശേഷം ഫ്രൈഡ് റൈസ് മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അത് കാരണം നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചക്കറി ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുമ്പോൾ ഒരു ശക്കല ഉപ്പിടുന്നത് നല്ലതാണ്. എന്നിട്ട് ആ ഫ്രൈഡ് റൈസ് മസാലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ അരി 1/4 വേവായത് കാരണം ഉടഞ്ഞു പോകില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അല്പം സോയാ സോസാണ് കേട്ടോ. ഇത്തിരി സോയാ സോസും കൂടെ ചേർന്നതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ചെയ്യുന്നതും ഹൈ ഫ്ലെയിമിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക. കരിഞ്ഞു പോകില്ല. നമ്മൾ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതിയല്ലോ. നല്ലോണം വേഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. നല്ലോണം ഇളക്കി കൊടുത്തതിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. കാരണം ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, നമ്മൾ ഇട്ടേക്കുന്ന ആ മിക്സ് നമ്മുടെ ചോറിലും ചിക്കനിലും എല്ലാത്തിലും ഒന്ന് പിടിക്കണം. ആ ക്യാരറ്റിലും ക്യാപ്സിക്കത്തിലും എല്ലാത്തിലും ഒന്ന് പിടിക്കണം. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുട്ടികൾക്ക് വേറെ കറിയൊന്നും വേണ്ടി വരില്ല, ഇത് തനിയെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ബ്രക്കോളിയൊക്കെ ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാം, സെലറിയൊക്കെ ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ് അത് രണ്ടും വെച്ചത്. ബ്രക്കോളി ഒന്നും വെച്ചാൽ കഴിക്കൂല, അത് കാരണമാണ് ഇങ്ങനെ ചെയ്തത്. ഇത് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും വെച്ച് കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഓക്കെ, ബൈ, സീ യു.